നമസ്കാരം. ചെങ്കടലിൽ തീഗോളം തീർത്ത് ഇറാന്റെ താണ്ഡവം. ഇറാന്റെ തിരിച്ചടിയിൽ നടുങ്ങി അമേരിക്കയും ഇസ്രായേലും. ഇങ്ങനെ ഒരു തലക്കെട്ടോടുകൂടി വാർത്ത വായിക്കുമ്പോൾ സത്യത്തിൽ ഇറാന്റെ പ്രതിരോധം പാളിയോ എന്നാണ് എനിക്ക് ആദ്യം തോന്നിയത്. 31 പ്രവശ്യകളിൽ ഏകദേശം 20 കനത്ത നാശം സംഭവിച്ചിരിക്കുകയാണ് ഇറാനിൽ. ഇറാനിൽ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായിട്ട് നടത്തിയ വ്യോമാക്രമണം, ആ വ്യോമാക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനമായിട്ടുള്ള ചൈനീസ് നിർമ്മിത HQ-9B തകർന്നടിഞ്ഞപ്പോഴാണ് നാശനഷ്ടങ്ങളുടെ തുടക്കം, അല്ലെങ്കിൽ അതിന്റെ ആക്കം കൂട്ടിയത് എന്നുള്ള വിലയിരുത്തലാണ്. അതായത് പ്രതിരോധം പാളിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ പ്രതിരോധം പാളിയതോടുകൂടി ചൈനീസ് സാങ്കേതിക വിദ്യ എന്ന് പറയപ്പെടുന്നത് ചോദ്യം ചെയ്യപ്പെടുകയാണ്. കരുത്തനെന്ന് കരുതി ഇറാൻ ചൈനയിൽ നിന്ന് വാങ്ങിയ HQ-9B സംവിധാനത്തിന് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും മിസൈലുകളെ തടയാനായില്ല എന്നുള്ളതാണ്. നേരത്തെ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇതേ ചൈനീസ് സംവിധാനം പാകിസ്ഥാനെ തുണച്ചിരുന്നില്ല. ഇതോടെ HQ-9Bയുടെ കാര്യക്ഷമതയെക്കുറിച്ച് ആഗോളതലത്തിൽ വലിയ ചർച്ചകൾ ഉയരുകയാണ്. ചൈനീസ് നിർമ്മിതമാണ്, ഓർക്കുക. ചൈനയിലെ എയറോസ്പേസ് ആൻഡ് ഇൻഡസ്ട്രി കോർപ്പറേഷൻ അത് വികസിപ്പിച്ചെടുത്താണ് ഈ HQ-9B. അവിടെ റഷ്യൻ S-300 PM-യും അമേരിക്കൻ പാട്രിയറ്റ് PAC-2 സിസ്റ്റങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടായിരുന്നു ഇതിന്റെ നിർമ്മാണം എന്ന് പറയപ്പെടുന്നത്. 2006 ഇത് ആദ്യമായിട്ട് പരീക്ഷിച്ചത്. ഏകദേശം 260 കിലോമീറ്റർ പരിധിയിലെ ലക്ഷ്യങ്ങളെ തകർക്കാൻ സാധിക്കുമെന്നാണ് ഇവരുടെ അവകാശവാദം. ഒരേ സമയം 100 ലക്ഷ്യങ്ങളെ നിരീക്ഷിക്കുവാനും 8ഓളം ലക്ഷ്യങ്ങളെ നേരിടുവാനും ശേഷിയുണ്ട് എന്നും ചൈന അവകാശപ്പെട്ടിരുന്നു. ഇറാനിൽ ആണവ നിലയങ്ങൾക്കും സൈനിക താവളങ്ങൾക്കും കാവലായിട്ടാണ് ഇറാൻ HQ-9Bയെ ആശ്രയിച്ചിരുന്നത്. എണ്ണയ്ക്ക് പകരം ആയുധം എന്നായിരുന്നു ചൈനയുമായിട്ടുള്ള അവരുടെ കരാർ എന്ന് പറയപ്പെടുന്നത്. എന്നാൽ US ഇസ്രായേൽ സഖ്യത്തിന്റെ അതിശക്തമായിട്ടുള്ള വ്യോമാക്രമണത്തിന് മുന്നിൽ ഈ സംവിധാനങ്ങൾ നിഷ്പ്രഭമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇറാന്റെ 31 പ്രവശ്യകളിൽ ടെഹ്റാൻ ഉൾപ്പെടെ 20 ഇടങ്ങളിലും നാശനഷ്ടങ്ങൾ ഉണ്ടായി. ലോകമെമ്പാടും സമാധാനം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ആവശ്യമുള്ളിടത്തോളം കാലം US ആക്രമണം തുടരുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറയുമ്പോഴും ഒരു കാര്യം ഓർക്കുക, ഇറാനെ തകർക്കാൻ അവർക്ക് കുറച്ചു കാലം മതി എന്നാണ് അവർ അവകാശവാദം ഉന്നയിക്കുന്നത്. പക്ഷേ അതിനെതിരെ ഇറാന്റെ തിരിച്ചടിയിൽ അവർ ഭയക്കുന്നുണ്ട്. പക്ഷെ ആ തിരിച്ചടികൾ എന്ന് പറയപ്പെടുന്ന പല മേഖലകളിലായിട്ട് വ്യാപിച്ച് ഗൾഫ് രാജ്യങ്ങളടക്കം തകർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇറാന്റെ തിരിച്ചടിയും ആരംഭിച്ചു. ഇവിടെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനിയെ വധിച്ചതിനുള്ള പ്രതികാരമായിട്ട് അമേരിക്കൻ ഇസ്രായേൽ സൈനിക താവളങ്ങളേക്കുള്ള ഇറാന്റെ തിരിച്ചടിയിൽ രൂക്ഷമായിട്ടുള്ള ആക്രമണമാണ് അവിടെ നേരിടുന്നത്. UAE അടക്കമുള്ള രാജ്യങ്ങൾ. UAEക്ക് നേരെ ഇറാന്റെ അതിശക്തമായിട്ടുള്ള മിസൈൽ ഡ്രോൺ ആക്രമണമാണ് ഇതുവരെ ഉണ്ടായിരിക്കുന്നത്. 165 ബാലിസ്റ്റിക് മിസൈലുകളും 2 ക്രൂസ് മിസൈലുകളും 541 ഡ്രോണുകളുമാണ് ഇതിനകം UAE ലക്ഷ്യമാക്കിക്കൊണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗവും പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തുവെങ്കിലും മിസൈൽ അവശിഷ്ടങ്ങൾ ജനവാസ മേഖലകളിൽ പതിച്ച് 3 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. പാകിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ് സ്വദേശികളാണ് മരിച്ചത് എന്നാണ് അറിയപ്പെടുന്നത്. ഔദ്യോഗിക വിവരം വന്നിരിക്കുന്നത് അങ്ങനെ. ഇനി ആക്രമണങ്ങൾ ഏകദേശം 58ഓളം പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. ഇത് ഇന്ത്യക്കാരും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് UAE അധികൃതർ വ്യക്തമാക്കുന്നത്. UAEയുടെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഏകദേശം 152 ബാലിസ്റ്റിക് മിസൈലുകളും 506 ഡ്രോണുകളും ആകാശത്ത് വെച്ച് തന്നെ നശിപ്പിച്ചിരിക്കുന്നു. 21 ഡ്രോണുകൾ ജനവാസ കേന്ദ്രങ്ങളിൽ പതിച്ചതാണ് നാശനഷ്ടങ്ങൾക്കും മരണത്തിനും കാരണമായിരിക്കുന്നത്. മേഖലയിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ UAE അതീവ ജാഗ്രതയാണ്. അതുതന്നെയാണ് ഇറാൻ താണ്ഡവമാടുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇറാന്റെ മിസൈൽ ആക്രമണ ഭീഷണിയെ തുടർന്ന് അടുത്ത 3 ദിവസം അതീവ ജാഗ്രതയിലാണ് UAE. മാർച്ച് 2, 3, 4 തീയതികളിൽ രാജ്യത്തെ സ്കൂളുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിരിക്കുന്നു. 10ാം ക്ലാസ്, 12ാം ക്ലാസ്, ICSE, CBSE പരീക്ഷകൾ ഉൾപ്പെടെ മാറ്റിവെച്ചിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ സ്വകാര്യ സർക്കാർ മേഖലയിലെ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം അനുവദിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിരിക്കുന്നു. ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് UAE ഭരണകൂടം അറിയിച്ചിരിക്കുന്നു. ദുബായിലെ ഗ്ലോബൽ വില്ലേജ് അടക്കം താൽക്കാലികമായി അടച്ചിരിക്കുകയാണ്. അപ്പോൾ ഇറാൻ എത്രത്തോളം ശക്തരാണ്, കരുത്തരാണ് എന്നുള്ളതാണ്. അവരുടെ തിരിച്ചടി എത്രത്തോളമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി പടർത്തിയ സാഹചര്യത്തിൽ മുൻകരുതൽ നടപടിയായിട്ട് ദുബായ് ഗ്ലോബൽ വില്ലേജ് അടക്കം താൽക്കാലികമായി അടയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. സന്ദർശകരുടെ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ടുള്ള തീരുമാനമാണ് ഇത് എന്ന് അധികൃതർ പറയുമ്പോഴും ഇറാനിൽ നിന്നുള്ള ബോംബ് സ്ഫോടനം, മിസൈൽ ആക്രമണം ഏത് നിമിഷവും ഉണ്ടാകാം എന്നുള്ളത് UAE ചിന്തിക്കുന്നുണ്ട് എന്നതാണ്, പ്രതീക്ഷിക്കുന്നുണ്ട് എന്നതാണ്. ഇന്ന് മുതൽ ഒരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ ഗ്ലോബൽ വില്ലേജിലേക്ക് പ്രവേശനം അനുവദിക്കില്ല എന്നുള്ള അറിയിപ്പ് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇറാന്റെ തിരിച്ചടിയുടെ ഭാഗമായിട്ട് ഗൾഫ് മേഖലയിലെ സൈനിക നീക്കങ്ങളും മിസൈൽ ആക്രമണങ്ങളും UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ കനത്ത ആഘാതം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രതയ്ക്ക് കാരണമായിട്ടുള്ള പശ്ചാത്തലത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ തീരുമാനം. വിനോദസഞ്ചാരികളും പ്രവാസികളും ധാരാളമായിട്ട് എത്തുന്ന കേന്ദ്രമായതിനാൽ ജനക്കൂട്ടം ഒഴിവാക്കുവാനാണ് അധികൃതർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്.
ഇറാന്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായിട്ടുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ കടുത്ത മുന്നറിയിപ്പുമായിട്ട് നേരത്തെ തന്നെ UAE രംഗത്തെത്തിയിരുന്നു. ഇനിയും ആക്രമണം ഉണ്ടായാൽ രാജ്യം ശക്തമായ പ്രതിരോധത്തിലേക്കും തിരിച്ചടിയിലേക്കും നീങ്ങുമെന്ന് UAE അന്താരാഷ്ട്ര സഹകരണ സഹമന്ത്രിയായിട്ടുള്ള റീം ആൽമി ഹാഷ്മി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ രാജ്യത്തിന്റെ പല മേഖലകളിലും ഗൾഫ് രാജ്യങ്ങളിലടക്കമുള്ള പ്രദേശങ്ങളിൽ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ, തിരിച്ചടികൾ നൽകുകയാണ് ഇറാൻ. ഈ ഗൾഫ് മേഖലയിലുള്ള പല രാജ്യങ്ങളിലും അമേരിക്കൻ സൈനിക താവളങ്ങളുണ്ട്. ആ സൈനിക താവളങ്ങൾക്ക് നേരെയാണ് ഇന്നലെ മുതൽ ഇറാന്റെ ആക്രമണം നടക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് യുടെ കടുത്ത പ്രതികരണം വന്നിരിക്കുന്നത്. അമേരിക്ക ഏത് തരത്തിലാണോ ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് കപ്പൽപ്പടകളെ കൊണ്ട് ചെങ്കടലിൽ സജ്ജമാക്കിയിരുന്നത്, ആ കപ്പൽപ്പടകളിൽ ഒന്നിനെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ. ഇറാന്റെ ബോംബ് വർഷത്തിൽ ഇറാന്റെ തിരിച്ചടിയിൽ നടുങ്ങിപ്പോകുന്നതാണ് അവിടെ അമേരിക്കയും ഇസ്രായേലും. ചെങ്കടലിൽ സത്യത്തിൽ തീഗോളം തീർത്തുകൊണ്ടാണ് ഇറാന്റെ തിരിച്ചടി താണ്ഡവം എന്ന് പറയപ്പെടുന്നത്. അത്തരത്തിലുള്ള താണ്ഡവത്തിന് ഇറാൻ തയ്യാറെടുക്കുന്നു. ഇറാന്റെ തിരിച്ചടിയിൽ നടുങ്ങിക്കൊണ്ട് അമേരിക്കയും ഇസ്രായേലും മുന്നോട്ട് പോകുകയാണ്. മാത്രമല്ല, അമേരിക്കയും ഇസ്രായേലും ഇന്ന് വരെ കാണാത്ത തരത്തിലുള്ള തിരിച്ചടികൾ അല്ലെങ്കിൽ ആക്രമണങ്ങൾ ഇനിയും നടത്താൻ ശ്രമിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ ഇറാന്റെ ഇപ്പോഴത്തെ നേതാവിനെ അടക്കം ഇനിയും വധിക്കുവാനുള്ള ശ്രമം ഇസ്രായേലും അമേരിക്കയും നടത്തുകയും ചെയ്യും. പക്ഷെ അതേ ചിന്തയിൽ തന്നെയാണ് ആയത്തുള്ള അലി ഖമേനി എന്ന് പറയപ്പെടുന്ന ഇറാന്റെ പരമാധികാരിയെ, പരമോന്നത നേതാവിനെ വധിച്ചതിലൂടെ ഇറാനിൽ നിന്നുണ്ടാകാൻ പോകുന്ന ആക്രമണം എന്ന് പറയപ്പെടുന്നത് ട്രംപിന്റെ തല കൊയ്യുന്നത് അടക്കം വരെ എത്തിയേക്കാം. ആ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടേക്കാം. അമേരിക്കയെ തീർത്തു കളഞ്ഞേക്കാം. അങ്ങനെ അത് മാത്രമല്ല, അതിനൊപ്പം ഈ അമേരിക്കയെ ആക്രമിക്കുന്നതിനോ അല്ലെങ്കിൽ ട്രംപിന്റെ തലയെടുക്കുന്നതിനോ മുൻപ് ഇറാൻ ചെയ്യാൻ പോകുന്നത് ഇസ്രായേലിന്റെ ആക്രമണമായിരിക്കും. ഇസ്രായേലിനായിരിക്കും തകർക്കാൻ പോകുന്നത്. മാത്രമല്ല, ഇസ്രായേൽ ഇപ്പോൾ തന്നെ അത്തരത്തിലുള്ള തിരിച്ചടികൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അവരുടെ ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത് അവരുടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ്. എങ്ങനെയാണോ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ വധിച്ചത്, അതുപോലെ തന്നെയുള്ള ഒരു തിരിച്ചടിയായിരിക്കും ഈ പറയുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിനും ഇറാൻ കൽപ്പിച്ചു വെക്കുന്നത്.